ആനയെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അതിന്റെ ഉയരവും നീളം തുമ്പിക്കൈയും രണ്ട് നീളം കൊമ്പുകളുമാണ്. അതുപോലെ തന്നെ ആനകൾ ഏറ്റവും അധികം അറിയപ്പെടുന്നതും അവയുടെ നീളം കൊമ്പുകൾക്കുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒറ്റക്കൊമ്പുള്ള അല്ലെങ്കിൽ കൊമ്പുകൾ ഇല്ലാത്ത ആനകളെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് 4 കൊമ്പുകളുള്ള ആന. യഥാർത്ഥത്തിൽ ഒരു ആനയല്ലെങ്കിലും ആനയുടെ പൂർവികരായ ഗോംഫെദറുകൾക്ക് ഇത്തരം 4 കൊമ്പുകളുണ്ട്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏകദേശം 28 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 10,000 വർഷം മുമ്പ് വരെ ആഫ്രോ യുറേഷ്യ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്ന ആനകൾ ഉൾപ്പെടുന്ന പ്രൊബോസിഡേ എന്ന ഓർഡറിലെ ഒരു ഗ്രൂപ്പാണ് ഗോംഫോതെറസ്. 14 ജനുസുകളിലായി ഏതാണ്ട് 150 സ്പീഷീസുകളോളം ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇവയിൽ എല്ലാ സ്പീഷീസുകൾക്കും പുറത്ത് കാണുന്ന തരത്തിലെ 4 കൊമ്പുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ സ്പീഷീസുകൾക്കും പലതരത്തിലും വ്യത്യസ്തമായ രീതികളിലാണ് 4 കൊമ്പുകളും തുമ്പിക്കൈയും എല്ലാം ഉള്ളത്. ചില സ്പീഷീസുകൾക്ക് കൊമ്പുകളുടെ എണ്ണം 2 ആണെങ്കിലും അവയുടെ നീളം ചിലപ്പോൾ ചെറുതായിരിക്കും. എന്നാൽ ചിലർക്ക് ഇത് വലുതുമായിരിക്കും. അതേസമയം ചില സ്പീഷീസുകൾക്ക് താടിയെല്ലിലായി താഴോട്ടോ മുൻപോട്ടോ വളരുന്ന കൊമ്പുകളും കാണും. ഇതല്ലെങ്കിൽ താടിയെല്ലിന് നീളവും ഏറെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആനയുടെ പൂർവികരുടെ കൂട്ടരാണെന്ന് പറയുമ്പോൾ കൂടി ഇവയെല്ലാം തന്നെ ആനയെ പോലെ വലുപ്പത്തിൽ മാത്രമേ സിമിലാരിറ്റി കാണിക്കുന്നുള്ളൂ എന്ന് ഓർക്കണം. കൊമ്പുകൾ എന്ന് പറയുമ്പോഴും മറ്റുള്ള ജീവികളെ പോലെ അസ്ഥികൾ കൊണ്ടോ അല്ലെങ്കിൽ കരാറ്റിൻ കൊണ്ടോ നിർമ്മിച്ച കൊമ്പുകളല്ല ആനകൾക്കോ അവരുടെ പൂർവികർക്കോ ഉള്ളത്. പകരം രൂപാന്തരം വന്ന പല്ലുകളാണ്. എറിത്രിയം എന്ന 60 ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന പൊതു പൂർവികരിൽ നിന്നാണ് ആനയുടെ എല്ലാതരം സ്പീഷീസുകളും രൂപാന്തരപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കൊമ്പുകൾ ഇവയിൽ നിന്നുമാണ് ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും ലഭിച്ചത്. എന്നാൽ ഈ എറിത്രിയത്തിന് കൊമ്പുകളോ അല്ലെങ്കിൽ പുറത്ത് കാണത്തക്ക നീളമേറിയ പല്ലുകളോ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ തുടർന്ന് 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബാരിത്രിയം എന്ന ജീവിയിലേക്ക് എത്തിയപ്പോഴേക്കും മുകൾ വശത്തും താടിയെല്ലിലുമായി നീണ്ടു വളർന്ന പല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് 30 ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന പാലിയോ മെസഡോണിലാണ് പല്ലുകൾ എന്നത് നമ്മൾ കാണുന്ന കൊമ്പുകളായി മാറിയത്. കൂടാതെ ഇവയുടെ സമയം തൊട്ടാണ് ആനയ്ക്ക് സമാനമായ രൂപസാദൃശ്യം ഈ പൂർവികളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മുകളിലത്തെ വരിയിൽ 2 കൊമ്പുകൾ ഉള്ളതുപോലെ തന്നെ താടിയിലും 2 നീണ്ട കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഇതേ സവിശേഷത തന്നെ പരിണാമവേളയിൽ മുന്നോട്ട് പോയെങ്കിലും മെസഡോണുകൾക്ക് ഇന്നത്തെ ആനകളെ പോലെ മുൻനിരയിൽ നിന്നും മാത്രം 2 കൊമ്പുകളും നീളം തുമ്പിക്കയും ഉള്ളതായി കാണാം. എന്നാൽ പാലിയോ മെസഡോണിൽ നിന്നും തന്നെ പരിണാമം പ്രാപിച്ച ഗോംഫെദറുകൾക്ക് മുൻനിരയിൽ 2 കൊമ്പുകൾക്ക് പുറമെ താടിയിലും നീണ്ട 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. ഇവയ്ക്ക് ശേഷം പ്രൈമെലഫസ് പരിണാമം പ്രാപിച്ച് വരികയും ഗോംഫെദറുകളെ പോലെ 4 കൊമ്പുകൾ ഇവയ്ക്ക് ലഭിക്കുകയും ചെയ്തു. രസകരമായ കാര്യം എന്തെന്നാൽ ഇവയാണ് യഥാർത്ഥത്തിൽ മെസഡോണുകളെക്കാൾ നമ്മൾ ഇന്ന് കാണുന്ന ആനയുടെ പൂർവികർ എന്നതാണ്. ഇവയ്ക്ക് 4 കൊമ്പുകൾ ഉണ്ടെങ്കിലും ശേഷം പരിണാമം പ്രാപിച്ച മാമത്തസ്, എലഫസ്, ലോക്സഡോണ്ട എന്നീ ജനസുകളിലുള്ള മാമത്തുകളും ഏഷ്യൻ ആഫ്രിക്കൻ ആനകൾക്കും ഇത് ലഭിച്ചില്ല എന്ന് നമുക്ക് കാണാം. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇരട്ട കൊമ്പുകളെക്കാൾ കൂടുതൽ 4 കൊമ്പുകളുള്ള ആനകൾ അല്ലെങ്കിൽ പൂർവികരാണ് ആനയ്ക്കുള്ളതെന്ന് പറയാം. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രശസ്തമായ 4 കൊമ്പുകളുള്ള ആനകൾ ഗോംഫെദറുകൾ എന്ന ഗ്രൂപ്പിലുള്ളവരാണ്. ഇതിലും ഏറ്റവും പ്രശസ്തമായ ജനുസുകളാകട്ടെ ഗോംഫോതിയേറിയം എന്നതുമാണ്. ഏകദേശം 19.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് ഇവ ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ ഏഷ്യൻ ആനയ്ക്ക് സമാനമായ വലിപ്പം മാത്രമാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. മുകളിലത്തെ നിരയിൽ 2ഉം താടികളിൽ 2 കൊമ്പുകൾ വീതമാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. മുകളിലത്തെ കൊമ്പുകൾ നീണ്ട് താഴേക്ക് വളഞ്ഞതും താഴത്തെ കൊമ്പുകൾ ഇനാമിലില്ലാതെ എന്നാൽ സ്ട്രെയിറ്റ് ആയി വളരുന്നതുമാണ്. 19 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവ യുറേഷ്യയിലും 16 മുതൽ 15 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവ അമേരിക്കൻ വൻകരയിലും വ്യാപിക്കുകയും വളരെ വേഗത്തിൽ തന്നെ പരിണാമത്തിന് വിധേയമായതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കവിയറോണിയസും നോട്ടിയോ മെസഡോണും ഇങ്ങനെ അമേരിക്കൻ വൻകരയിൽ പരിണമിച്ചവരും സിനോമെസഡോൺ ഏഷ്യയിൽ പരിണമിച്ചവരുമാണ്. എന്നാൽ ഇവയ്ക്കൊന്നും താടിയെല്ലിൽ കൊമ്പുകളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഗോംഫെദറുകളുടെ ഇത്തരം പരിണാമത്തിലൂടെ ഉണ്ടായ ജനുസുകളിൽ പലതും ഇവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തി. തുടർന്ന് 4 കൊമ്പുകളുള്ള എല്ലാ സ്പീഷീസുകൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ ആവാസ വ്യവസ്ഥയിൽ സംഭവിച്ചു. ഇത് കാരണം ഇരട്ട കൊമ്പുള്ള സ്പീഷീസുകൾ, കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ മാമത്തുകൾ, ഇവരുടെ ഏരിയ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പതിയെ പതിയെ ഇത്തരം 4 കൊമ്പുള്ള ആനകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാവാൻ തുടങ്ങി. അങ്ങനെ ഏഷ്യയിൽ നിന്നും 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പും അമേരിക്കൻ വൻകരയിൽ നിന്നും 5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പും 4 കൊമ്പുകളുള്ള എല്ലാ ആനകളും വംശനാശം നേരിട്ടു. എന്നിരുന്നാലും ഇവയിൽ നിന്ന് നേരിട്ട് വേർപിരിഞ്ഞ ചില സ്പീഷീസുകൾ, അതായത് 2 കൊമ്പുകളുള്ള കവിയറോണൈസുകൾ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ അമേരിക്കൻ വൻകരയിൽ ജീവിച്ചിരുന്നു എന്നും കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഇത്തരം 4 കൊമ്പുകളുള്ള ആനകളുടെ വംശനാശത്തിന് കാരണമായതിൽ ഒരു പങ്ക് വഹിച്ചത് മനുഷ്യരുടെ പൂർവികരമാണെന്നും കരുതപ്പെടുന്നു. മാമത്തുകളെ പോലെ തന്നെ ഗോംഫെദറുകളെയും മനുഷ്യർ വേട്ടയാടിയിരുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. 4 കൊമ്പുകളുള്ളത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ആഹാരം കണ്ടെത്തുവാനും മണ്ണിൽ കുഴിക്കുവാനുമൊക്കെ ഇവയെ സഹായിച്ചിരുന്നുവെങ്കിൽ പോലും പരിണാമത്തിലൂടെ ഏറ്റവും മികച്ചത് മാത്രം തിരഞ്ഞെടുക്കുന്ന പ്രകൃതി എന്തുകൊണ്ടോ 2 കൊമ്പുകളുള്ള ആനകൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്തു.
4 കൊമ്പുകളുടെ ഭാരം താങ്ങാൻ പ്രയാസമുള്ളതുകൊണ്ടോ അമിത വളർച്ച കാരണം തുമ്പിക്കൈ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടോ കൊമ്പുകൾ ഉണ്ടാക്കുന്ന ആഘാതം മൂലം താടിയെല്ലിന് പെട്ടെന്ന് പൊട്ടൽ ഉണ്ടാകുന്നതുകൊണ്ടോ ആഹാരം കഴിക്കാനാകാതെ ഇവയുടെ വംശം നശിച്ചതാകാമെന്ന് കരുതപ്പെടുന്നു. ഇതിനൊപ്പം മാറി വന്ന കാലാവസ്ഥയിലൂടെ സസ്യങ്ങൾക്കുണ്ടായ മാറ്റം അല്ലെങ്കിൽ ഇരട്ടക്കൊമ്പുകളുള്ള ആനകളുടെ അമിതമായ ചൂഷണം കാരണം ആഹാരത്തിലൂടെ ലഭ്യതക്കുറവ് എന്നിവ 4 കൊമ്പുകളെ ഉപയോഗശൂന്യമാക്കിയത് കൊണ്ടാവണം ഇവയുടെ വംശം ഇത്ര പെട്ടെന്ന് നശിച്ചതെന്ന് കരുതപ്പെടുന്നു.